ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ നഗരസഭകളിലൊക്കെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകാതെ UDF. കേരള കോൺഗ്രസിന് പിന്നാലെ ജില്ലാ പഞ്ചായത്തിൽ അധിക സീറ്റിനായി മുസ്ലിം ലീഗും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് നേതൃത്വം പ്രതിസന്ധിയിലായത്. എന്നാൽ തർക്കങ്ങൾക്ക് പരിഹരിച്ച് 15-നകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് UDF ഇടുക്കി ജില്ലാ നേതൃത്വം പറയുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും തൊടുപുഴ നഗരസഭയിലും ഇത്തവണ പുതുതായി രൂപീകരിച്ച ഡിവിഷനിലും വാർഡുകളിലുമാണ് കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ പുതുതായി രൂപീകൃതമായ വെള്ളത്തൂവൽ ഡിവിഷനും തൊടുപുഴയിൽ മത്സരിക്കുന്ന വാർഡുകൾക്ക് പുറമെ പുതിയ 3 വാർഡുകളിൽ ഒന്നിൽ കൂടിയാണ് കേരള കോൺഗ്രസിന്റെ അവകാശവാദം. പാർട്ടി ചെയർമാൻ PJ ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന UDF യോഗത്തിലാണ് കേരള കോൺഗ്രസ് അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. തർക്കങ്ങളൊക്കെ പരിഹരിച്ച് 15-ന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് PJ ജോസഫ് പറയുമ്പോഴും സീറ്റുകളിൽ സമവായമായില്ല. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന് 4-ഉം കോൺഗ്രസിന് 2 അംഗങ്ങളാണുള്ളത്. അർഹമായ സീറ്റുകൾ ആവശ്യപ്പെടും. നഗരസഭയെ 3 സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം 1 സീറ്റ് കോൺഗ്രസ് എടുക്കുക, 1 ലീഗ് എടുക്കുക, 1 കേരള കോൺഗ്രസ് എടുക്കുക. എന്നാൽ ജില്ലാ പഞ്ചായത്ത് സീറ്റിന് പകരം ചില ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും തൊടുപുഴ നഗരസഭയിലും അധിക സീറ്റ് നൽകി കേരള കോൺഗ്രസിനെ അനുനയിപ്പിക്കുമെന്നാണ് അറിവ്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇതുവരെ മത്സരിക്കാത്ത മുസ്ലിം ലീഗ് കോൺഗ്രസ് സെറ്റിംഗ് ഡിവിഷനായ അടിമാലി ഡിവിഷനാണ് ആവശ്യപ്പെടുന്നത്. കൂടാതെ ചില ബ്ലോക്ക് ഡിവിഷനുകളുടെ ആവശ്യത്തിലും ചർച്ച തട്ടി നിൽക്കുന്നു. വിജയിക്കുക എന്നുള്ളതാണ് ലീഗിന്റെ ലക്ഷ്യം. UDF വിജയിക്കുക എന്നുള്ളതാണ്. ലീഗിന് അർഹമായതൊന്നും അർഹതപ്പെട്ടതൊന്നും വിട്ടുകൊടുക്കില്ല. തൊടുപുഴ നഗരസഭ ഇളന്തേശം ബ്ലോക്ക് അടക്കം ചില സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്ത് മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താനാണ് പൊതുധാരണ. ജില്ലാ പഞ്ചായത്ത്, കട്ടപ്പന, തൊടുപുഴ നഗരസഭകൾ എന്നിവിടങ്ങളിലെ സീറ്റുകളിൽ പൊതുധാരണ ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം കോർ കമ്മിറ്റി ചേർന്നു. യുവാക്കളുടെ പ്രാതിനിധ്യമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിന് ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷനും വൈസ് പ്രസിഡന്റ് ടോണി തോമസിന് കരിമണ്ണൂർ ഡിവിഷനും ധാരണയായി. തർക്കങ്ങളുള്ള സീറ്റുകൾ സംബന്ധിച്ച് UDF ധാരണയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകും. ത്രിതല പഞ്ചായത്തിലെ മുഴുവൻ സീറ്റുകളിലും ജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്ന് UDF ജില്ലാ നേതൃത്വവും പ്രതികരിച്ചു. തർക്കങ്ങളില്ല, പക്ഷേ 2 ദിവസം തീരും. മണ്ഡലതലത്തിലുള്ള റിപ്പോർട്ടുകൾ, പഞ്ചായത്ത് തലത്തിലുള്ള റിപ്പോർട്ടുകൾ കയറി വരണം. അത് കഴിഞ്ഞ ശേഷം നിയോജക മണ്ഡല കോർ കമ്മിറ്റികൾ ഉണ്ട്, ഞങ്ങൾ കൂടുന്നുണ്ട്, മുന്നണി ഇരിക്കും. 3 ദിവസം കൊണ്ട് പൂർണ്ണമായി നമുക്ക് ലിസ്റ്റ് അനൗൺസ് ചെയ്യാൻ പറ്റും. പാർട്ടികൾക്കിടയിൽ സീറ്റുകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകാത്ത സാഹചര്യമെങ്കിൽ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും നീളും. ന്യൂസ് മലയാളം, ഇടുക്കി.